മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വെസ്റ്റ് ഹിൽ വിജിൽ നരഹത്യാ കേസിൽ വിജിലിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള തെരച്ചിൽ പുനരാരംഭിച്ചു. സരോവരത്ത് പ്രതികളെ എത്തിച്ചാണ് തെരച്ചിൽ. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഏറെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് ഇന്ന്. വിജിലിന്റെ നരഹത്യാ കേസിൽ മൃതദേഹം കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ ശുഭദിനം ദീപ്തി. എന്തായാലും ഈ ദിനം പോലീസിനെ സംബന്ധിച്ചും ശുഭദിനമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം, അങ്ങനെ കരുതാം. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ വിജിലിൻ്റെ ഇതെന്ന് സംശയിക്കപ്പെടുന്ന ഷൂ അവിടെ നിന്ന് ഈ സരോവരത്തെ ചെളിയിൽ നിന്ന് കണ്ടെത്തുകയും തണ്ണീർത്തടത്തിൽ നിന്ന് കണ്ടെത്തുകയും പിന്നീട് അത് വിജിലിൻ്റേത് തന്നെയാണ് എന്ന് പ്രതികളായിട്ടുള്ള നിഖിലും ദീപേഷും സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അതോടുകൂടി പ്രതികൾ നേരത്തെ പോലീസിന് നൽകിയ മൊഴി ശരിവയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പോലീസ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന സരോവരത്തെ ഈ തണ്ണീർത്തടത്തിൽ അവിടെ തന്നെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ദീപ്തി സൂചിപ്പിച്ചതുപോലെ ഇന്ന് പോലീസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കാരണം പ്രതികളുടെ രണ്ടുപേരുടെയും, അതായത് ഒന്നാം പ്രതി നിഖിലിൻ്റെയും മൂന്നാം പ്രതി ദീപേഷിൻ്റെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും ഇവരെ കൊയിലാണ്ടി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് 4 മണിവരെയാണ് ഈ തെരച്ചിൽ തുടരുക. എലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ KR രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇതുവരെയായിട്ടുള്ള ദിവസങ്ങൾ ഒരുപക്ഷെ ഒരാഴ്ചയോളം, അതായത് തുടർച്ചയായില്ലെങ്കിൽ കൂടിയും ഒരാഴ്ചയോളമാണ് ഇതിനു വേണ്ടിയുള്ള ഒരു തെരച്ചിൽ നടന്നത്. ആ ഒരാഴ്ചയോളം നടത്തിയ തെരച്ചിലിൽ, ഒരാഴ്ചയിലധികമായി നടത്തുന്ന തെരച്ചിലിൽ ആണ്, ദിവസങ്ങളായി നടക്കുന്ന തെരച്ചിലാണ് കഴിഞ്ഞ ദിവസം ഒരു ഷൂ കണ്ടെത്താൻ കഴിഞ്ഞത്. പൊക്ലൈനർ അടക്കമുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ തെരച്ചിൽ ഊർജിതമായി നടക്കുന്നത്. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി കനത്ത മഴയായിരുന്നു പോലീസ് നേരിട്ട ഒരു വെല്ലുവിളി. ഒപ്പം തന്നെ ഈ തണ്ണീർത്തടമായതുകൊണ്ട് തന്നെ അവിടെയുള്ള വെള്ളം വറ്റിക്കുക എന്ന് പറയുന്നത് ഏറെ ദുഷ്കരമായൊരു സാഹചര്യമായിരുന്നു. മറ്റൊന്ന്, തണ്ണീർത്തടത്തിലേക്ക് സാധാരണ വെള്ളം വറ്റിക്കാൻ പോലും അത് ഫയർഫോഴ്സിന്റെ വാഹനങ്ങളായാൽ പോലും അഗ്നിരക്ഷാസേനയുടെ വാഹനങ്ങളായാൽ പോലും അവിടേക്ക് കടന്നു പോകുക എന്ന് പറയുന്നത് ചെളിയിൽ പൂണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. ആ തണ്ണീർത്തടത്തിലൂടെ വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് പുറത്തുനിന്ന് മണ്ണെത്തിച്ച് ഈ തണ്ണീർത്തടത്തിലൂടെ ഒരു പാത, വാഹനങ്ങൾ കടന്നു പോകാൻ, പോലീസിന് അങ്ങോട്ടേക്ക് കടന്നു പോകാനുള്ള ഒരു പാതയൊരുക്കി. അതിനുശേഷമാണ് അവിടെ തെരച്ചിൽ കൂടുതൽ ഊർജിതമായതും നടത്തിയതും. അതിനു മുൻപ് തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള നിഖിലിനെ അവിടെ എത്തി ആ സ്ഥലം എവിടെയാണോ ആ സ്പോട്ട് ഇവർ കുഴിച്ചിട്ടു എന്ന് പറയുന്ന, അതായത് വിജിൽ എന്ന ഇവരുടെ സുഹൃത്ത് മരണപ്പെട്ടതിന് ശേഷം ഇവർ കുഴിച്ചിട്ടു എന്ന് പറയുന്ന, മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്ന ആ സ്ഥലം കാണിച്ചു കൊടുക്കുകയും അതിനുശേഷമാണ് അവിടെ തെരച്ചിൽ തുടർന്നത്. മറ്റൊരു വെല്ലുവിളി പോലീസ് ഈ തെരച്ചിൽ കാലയളവിൽ നേരിട്ടിരുന്നത് ഈ സംഭവം നടന്ന്, അതായത് വിജിലിനെ കാണാതായി, 1.5 വർഷം മുൻപ് കാണാതായി വിജിലിനെ കാണാതായി. അത് കഴിഞ്ഞ് 8 മാസത്തിന് ശേഷം, ക്ഷമിക്കണം, 1.5 വർഷം മുൻപല്ല, 2019 6 വർഷം മുൻപ് വിജിലിനെ കാണാതായി. 8 മാസങ്ങൾക്ക് ശേഷം വിജിലിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങളിൽ ചില അസ്ഥികൾ അവരവിടെ നിന്ന് പോയി സുഹൃത്തുക്കൾ എടുക്കുകയും, അതായത് ഈ പ്രതികളായിട്ടുള്ള നിഖിലും ഒപ്പം തന്നെ ദീപേഷും 1ഉം 3ഉം പ്രതികളാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. പൂവാട്ടുപറമ്പ് സ്വദേശിയായിട്ടുള്ള രഞ്ജിത്ത് 2ാം പ്രതി, അദ്ദേഹത്തെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. രഞ്ജിത്തിനായുള്ള തെരച്ചിൽ ഇപ്പോഴും പോലീസ് സമാന്തരമായി നടത്തുന്നുണ്ട്. പക്ഷേ അത് കൂടുതൽ ശക്തമല്ല. കാരണം പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം തെളിവ് ശേഖരിക്കുക എന്നുള്ളതാണ്. 2 പ്രധാനപ്പെട്ട പ്രതികൾ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ളൊരു പ്രവർത്തികളിലേക്കാണ് പോലീസ് പോവുക. ഇന്നിപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ആ നിർണായക ദിനത്തിലും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് ഏറെ ഒരു സമഗ്രമായ രീതിയിലേക്കായിരിക്കും ഈ കേസിൻ്റെ സ്ഥിതി പോവുക. പക്ഷേ അപ്പോഴും ഷൂ കണ്ടെത്തുകയും ഷൂ അത് വിജിലിൻ്റേതാണ് എന്ന പ്രതികളുടെ മൊഴി നിലനിൽക്കുകയും ചെയ്യുന്നു. പ്രതികളുടെ നേരത്തെയുള്ള മൊഴി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അത് മറ്റ് ഫോറൻസിക് പരിശോധനയ്ക്കടക്കം വിധേയമാക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ശാസ്ത്രീയമായൊരു തെളിവ് പോലീസിനെ സംബന്ധിച്ച് ലഭിക്കും. മാത്രമല്ല, വിജിൽ ഉപയോഗിച്ചിരുന്ന ബൈക്ക് നേരത്തെ കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അത് മാലിന്യക്കൂമ്പാരങ്ങൾക്കിടയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു പോലീസ് അന്ന് ഈ ബൈക്ക് കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം തെളിവുകളെല്ലാം തന്നെ പോലീസിന്റെ പക്കലുണ്ട്. പക്ഷേ വിജിൽ മരിച്ചു എന്നതിനുള്ള തെളിവ് കിട്ടണമെങ്കിൽ കൃത്യമായി തന്നെ മൃതദേഹ അവശിഷ്ടങ്ങൾ, എന്തെങ്കിലും ഒരു അസ്ഥികയോ മറ്റോ കണ്ടെത്തേണ്ടത് അനിവാര്യതയാണ്. അതിനുള്ള ഒരു ഊർജിതമായ തെരച്ചിലാണ് ഇന്ന് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് നിർണായകമാണ്. കസ്റ്റഡി കാലാവധി 2 തവണ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കോടതി കസ്റ്റഡിയിൽ നൽകുമോ എന്നുള്ളത് വളരെ ഒരു ചോദ്യചിഹ്നമാണ് അവിടെ ഉയരുന്നത്.
കാരണം എന്നത് അറിയില്ല. കാരണം അത് കോടതിയുടെ വിവേചനാധികാരത്തിൽ പെടുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഇത് ഒരു അത്യപൂർവമായ ഒരു കേസായതുകൊണ്ട് തന്നെ, കാരണം സുഹൃത്തുക്കൾ മരിച്ചതിന് ശേഷം വിജിലിന്റെ മൃതദേഹം ആരും അറിയാതെ കുഴിച്ചിട്ടു എന്നൊരു കേസായതുകൊണ്ട് തന്നെ അതിൽ തെളിവ് എന്ന് പറയുന്നത് നിർണായകമാകുന്ന ഒരു ഘട്ടമുള്ളത് കൊണ്ട് കോടതി ഒരുപക്ഷെ പോലീസിന് അനുകൂലമായി പിന്നീട് തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഇന്ന് കസ്റ്റഡി കാലാവധി കഴിഞ്ഞാലും പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ തന്നെയാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. അതൊരു ഔദ്യോഗിക തീരുമാനമായി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതൊരു ആലോചന മാത്രമാണ്. അത് ഇന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ഇത് വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന തെരച്ചിലിൽ കണ്ടെത്തുകയാണെങ്കിൽ ഇനി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങില്ല. നേരെ മറിച്ച് കണ്ടെത്തിയില്ലെങ്കിൽ ഇനി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്ന കാര്യം അന്വേഷണ സംഘം ആലോചിക്കുന്നുമുണ്ട്. ഏറെ നിർണായക ദിനത്തിലൂടെയാണ് ഇന്ന് എലത്തൂർ പോലീസ്, കേരള പോലീസ് കടന്നു പോകുന്നത്. എലത്തൂർ പോലീസിന്റെ കൃത്യമായ അന്വേഷണ വൈഭവം തന്നെയാണ് എടുത്തു പറയേണ്ടത്. എലത്തൂർ പോലീസ് ഇൻസ്പെക്ടറായ KR രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ഒരുപക്ഷെ കോഴിക്കോട് പോലീസ് കമ്മീഷണറായിട്ടുള്ള T നാരായണദാസ് KR രഞ്ജിത്ത് അവിടെ വന്നപ്പോൾ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം അത് കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സേന നിർവഹിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കേസിന്റെ ചുരുളഴിഞ്ഞത്. 6 വർഷമായി കാണാതായ തിരോധാന കേസ് മാത്രമായിരുന്ന വിജിലിന്റെ ആ ഒരു കേസ് അത് നരഹത്യാ കേസിലേക്ക് മാറിയതും പോലീസിന്റെ കൃത്യമായ അന്വേഷണ മികവ് തന്നെയാണ്. ഇനിയിപ്പോൾ പോലീസിനെ സംബന്ധിച്ച് തെളിവ് കണ്ടെത്തുക നിർണായകമാണ്. അതിനുള്ള ഒരു ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇന്ന് തുടരുന്നത്. ദീപ്തി. ശരി, വെസ്റ്റ് ഹിൽ വിജിൽ നരഹത്യാ കേസിൽ ഇന്ന് ഏറെ നിർണായകമായ ദിവസമാണ്. വിജിലിന്റെ നരഹത്യാ കേസിൽ വിജിലിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. സരോവരത്ത് പ്രതികളെ എത്തിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. വിജിലിന്റേതെന്ന് കരുതുന്ന ഒരു ഷൂ കഴിഞ്ഞ ദിവസം ചതുപ്പിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.